ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ ഈവനിങ്. സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് നടന്നതേയില്ല. ഞാൻ വന്ന് കിടന്നപ്പോൾ തന്നെ നിലു എണീറ്റു. അവനെ പറഞ്ഞ് മേളിൽ അലൻ്റെ അടുത്ത് വിടാനൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ മേളിൽ ചെന്നപ്പോൾ അലൻ നല്ല ഉറക്കം. പിന്നെയും കക്ഷി എൻ്റെ കൂടെ തന്നെ ആയി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെളിയിലൊക്കെ ഇരുന്നിട്ട് കുക്കു സാർ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവനെ ഇങ്ങ് വിളിച്ചു. ഇനി കുറച്ച് നേരം നിലുവായിട്ടിരിക്കും, അമ്മ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. ഞാൻ കിച്ചണിലോട്ട് എത്തിയപ്പോഴത്തേക്ക് അലനും താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അത് എനിക്ക് ആ കമൻറ്റ് കുറച്ച് ഹേർട്ട്ഫുള്ളായിട്ട് തോന്നിക്കഴിയുമ്പോഴാണ് ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നത്. അതൊരു ലോങ് മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്തിടാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയുന്നത്. പലപ്പോഴും ഞാൻ അങ്ങനെ ഒരു റിപ്ലൈ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആ കമൻറ്റ് റിപ്ലൈ എല്ലാം അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് വീഡിയോയിൽ പറയുന്നത്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ 1-2 കുറവ് വരും. ഈ കക്ഷികളായിരിക്കും ചിലപ്പം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് അപ്പോഴെനിക്ക് തോന്നും, ഞാൻ അങ്ങോട്ട് പറയുന്നത് അവർക്കെടുക്കാൻ പറ്റുന്നില്ല. ഇന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, സിബ്ലിങ്ങിനോട് ഇത്ര ദേഷ്യമോ, ദെൻ ഹൗ ക്യാൻ യു ലവ് സ്റ്റുഡൻസ് എന്ന്. ഒരു ടീച്ചറിന് ലോകത്താരെയും വെറുക്കാൻ പറ്റത്തില്ല എന്നൊരു നിയമമൊന്നുമില്ല. ഒരു ടീച്ചറെന്നല്ല, ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, അവർ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർ റിവെഞ്ച് എടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ തിരിഞ്ഞുപോലും നോക്കാത്ത ആൾക്കാരുണ്ടാവും. ഒരിക്കലും അവരുടെ ലൈഫിൽ ചിലർക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് തന്നില്ലേ. എനിക്കൊരാൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു, ടോക്സിക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാമോയെന്ന്. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കട്ട് ഓഫ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതങ്ങനെയാണ്. ദ വേൾഡ് ഇസ് നോട്ട് ഫുൾ ഓഫ് ഗുഡ് പീപ്പിൾ. അത് അപ്പനായാലും ശരി, അമ്മയായാലും ശരി, മകനായാലും ശരി, ഹസ്ബൻഡായാലും ശരി, അവരെല്ലാവരും സിബ്ലിങ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടണം, സിബ്ലിങ് ആയതുകൊണ്ട് വെറുക്കാൻ പാടില്ല, നോ, അതല്ല അതിൻ്റെ ശരി. ഇഫ് എ പേഴ്സൺ ഈസ് ഗുഡ്, അയാൾ എനിക്ക് എൻ്റെ ലൈഫിലും തരുന്നതൊരു ഗുഡ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഐ ലവ് ദാറ്റ് പേഴ്സൺ റിഗാർഡ്ലെസ് ഓഫ് ഹൂ ദാറ്റ് ഈസ് ടു മീ. അപ്പനായാലും അല്ലെങ്കിലും പുറത്തുനിന്ന് ഒരാളായാലും, എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളായാലും, ചിലപ്പോൾ ഒരു റാൻഡം ഇൻഫ്ലുവൻസർ ആയാലും, ചിലപ്പോൾ ഞാൻ ഇന്നലത്തെ റീലിൽ ഞാൻ പറഞ്ഞില്ലേ, വിഷി ഗൗഡ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തേക്ക് എന്നെ അറിയത്തും പോലും ഇല്ല. ഐ നോ ദാറ്റ്. ബട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരുടെ വീഡിയോസ് കാണുന്നത്. എനിക്ക് ഭാഷ മനസ്സിലാവത്തതേ ഇല്ല, ബട്ട് ഐ ലവ് ദ സ്ലാങ് ആൻഡ് ദ വേ ഷീ പ്രസൻസ് തിങ്സ്. അപ്പോൾ അത് കണ്ടില്ലേ, യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, ബട്ട് ഐ ലവ് ഹർ. ഐ ലവ് ദ വേ ഷീ ഡസ് തിങ്സ്. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ തിരിച്ച് ചിന്തിച്ചതും അങ്ങനെയാണ്. അതിൻ്റെ കമൻറ്റ് എക്സാക്ട്ലി ഇങ്ങനെയായിരുന്നു, സിബ്ലിങ്ങിനെ ഇത്രയും വെറുപ്പോ, ഹൗ ക്യാൻ യു ലവ് യുവർ സ്റ്റുഡൻസ്. എൻ്റെ ഒരു വീഡിയോയിൽ പോലും എൻ്റെ സിബ്ലിങ്ങിനോട് എനിക്ക് വെറുപ്പാണ് എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഐ കീപ് സം പീപ്പിൾ എവേ ഫോർ മൈ പീസ്. എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ, അതിപ്പോൾ ആരായിരുന്നാലും ഞാൻ അങ്ങനെ എനിക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരെ ഞാൻ മാറ്റി നിർത്തും. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റേതായ ഞാൻ ശരി, അതെല്ലാവർക്കും അങ്ങനെ, എല്ലാ മനുഷ്യർക്കും അവരവരുടെ ശരികളും തെറ്റുകളും ഉണ്ടാവും. എൻ്റേതായിട്ടുള്ള ന്യായീകരിക്കാൻ പറ്റുന്ന കുറച്ച് തെറ്റുകളുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ. അതൊക്കെയാണെങ്കിൽ ഞാനത് ഉൾക്കൊള്ളുകയും ചെയ്യും, ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ അതിനപ്പുറത്തേക്കാണെങ്കിൽ ഇറ്റ് ഡിഫേഴ്സ് അല്ലേ. ചിലപ്പോൾ അയാൾക്കത് കംപ്ലീറ്റ്ലി ശരിയായിരിക്കും, ആ ചെയ്യുന്നതൊക്കെ അയാളുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ശരിയായിരിക്കും. എന്തോ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല, ഐ കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ എനിക്കത് പറ്റത്തില്ല, റിഗാർഡ്ലെസ് ഓഫ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ദ റിലേഷൻഷിപ്പ്. ആ ഒരു കമൻറ്റിന് ഞാൻ തിരിച്ചു കൊടുത്ത മറുപടി അതാണ്. ഒരു എക്സാമ്പിൾ മാത്രമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പോലീസുകാരൻ അയാളുടെ വീട്ടിൽ അയാളുടെ മകനോ അല്ലെങ്കിൽ അയാളുടെ വൈഫോ അയാളുടെ ചെറുമകനോ അളിയനോ മച്ചമ്പിയോ ആരെങ്കിലും അത്യാവശ്യം മോഷ്ടിക്കുന്ന ഒരാളാണെന്നിരിക്കെ ഒരു കള്ളനെ അറസ്റ്റ് ചെയ്യാൻ അയാൾക്ക് യാതൊരു അവകാശവും ഇല്ല. അയാൾ മോഷ്ടിക്കരുത് എന്ന് പറയാനുള്ള അവകാശം പോലും ആ പോലീസുകാരനില്ല. അതാണ് ഞാൻ ആ കമൻറ്റിൽ തിരിച്ചു പറഞ്ഞത്. വീട്ടിൽ കള്ളനെ വെച്ചിട്ട് മോഷ്ടിക്കരുതെന്ന് പറയാനൊരു പോലീസുകാരന് പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താ ടീച്ചറിനങ്ങനെ? ടീച്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ. എനിക്ക് എൻ്റെ ശരികളും തെറ്റുകളും എനിക്ക് ഭയങ്കര വിലപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ. ഇഫ് ഒരാളെ വെറുക്കുന്നതിന് അല്ലെങ്കിൽ ഒരാളെ അകറ്റി നിർത്തുന്നതിന് ഒരു കാരണം കാണും. അതൊരു ടീച്ചറാണെങ്കിൽ അതെന്ത് കാരണം തന്നെ ആയാലും ഷീ ഓർ ഹീ മൈറ്റ് ബി കീപ്പിംഗ് ദാറ്റ് പേഴ്സൺ എവേ ഫോർ ഓൾ ദ റൈറ്റ് റീസൺസ്. ഒരു ടീച്ചറാണെങ്കിൽ, ഒരു നല്ലൊരു അധ്യാപകയാണെങ്കിൽ
ദേ ക്യാൻ സീ റൈറ്റ് ത്രൂ. അതിൻ്റെ അകത്ത് അവർക്ക് വരാൻ പോകുന്നത് ഐ മീൻ അതിലൊരു പോസിറ്റീവ് ഔട്ട്കം ഒരു തരത്തിലും കാണുന്നില്ല എന്നുള്ളത് അവർക്ക് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുമെങ്കിൽ ടീച്ചറിനെ വെറുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല. ടീച്ചറിനെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ, കുട്ടികളെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കുട്ടീനെ അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അത്രയും തന്നെ ടീച്ചറിന് ഒരാളോട് ദേഷ്യവും തോന്നാം, വെറുപ്പും തോന്നാം. ആഫ്റ്റർ ഓൾ എല്ലാവരും ഹ്യൂമൻ ബീങ്സാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ബാക്കി ഞാൻ പറയാം. ചായയും പഴംപൊരിയൊക്കെ റെഡിയായി. സൺസെറ്റ് കാണിക്കാൻ എപ്പോഴും നിങ്ങൾ പറയാറില്ല. സൺസെറ്റിൻ്റെ ക്ലിപ്പിങ്സ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കിട്ടാറുള്ളത്. ക്ലിയറായിട്ടുള്ളൊരു സൺസെറ്റ് വരുമ്പോൾ ഞാൻ മെനക്കെട്ടിരുന്ന് എടുത്ത് അയക്കാം കേട്ടോ. ഇവിടെ കുക്കും അമ്മയും കൂടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഫുട്ബോൾ ക്യാച്ച് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. സാവിയോച്ചനാണ് ഇപ്പോൾ സൈക്കിളിൽ വില്യംസിൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അവൻ ട്രിപ്പ് പോകുന്നുണ്ട്. അവൻ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ ട്രിപ്പ് പോകാനായിട്ട് ബാഗിന് വന്നതാണ്. ആലനൊരു ബാഗുണ്ട്, ഒരു ഷോൾഡർ ബാഗുണ്ട്, മാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നപ്പോൾ മേടിച്ചത്. അത് തന്നെയാണ് കണ്ണനും ലൂയിസും ഞങ്ങളെല്ലാം മാറി തിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അതങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോകും. മംഗലാപുരത്തുള്ള ആ ജോലി നിർത്തിയപ്പോഴത്തേക്ക് പിന്നെ ട്രിപ്പ് പോകുമ്പോൾ മാത്രം കൊണ്ടുപോകുന്നൊരു ബാഗായി അത്. അപ്പോൾ അവൻ രാവിലെ റോബിൻ ചേട്ടൻ വിളിച്ച് ചോദിച്ചിരുന്നു. അങ്ങനെ അതെടുക്കാൻ സാവിയോച്ചൻ വന്നതാണ്. ഇതിന് മുൻപൊരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ കണ്ണമോനും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ട്രിപ്പ് പോയെന്ന്. അപ്പോൾ ട്രിപ്പ് പോയപ്പോൾ ബാഗ് ഇവിടുന്ന് കണ്ണൻ്റെ കൂടെ ട്രിപ്പ് പോയിട്ട് ഇപ്പോൾ അവിടെയുണ്ട്. ഇനി മീൻകറി മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇന്ന് എനിക്ക് വൈകുന്നേരത്തെ രാവിലെ എനിക്ക് ഗോതമ്പ് പുട്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ ഫിഷ് കറി ആയിട്ട് പുട്ടെടുക്കാം. ഇന്നത്തെ എരിശ്ശേരി ബാക്കിയുണ്ട്. സോ നാളത്തേക്ക് വെജിറ്റബിൾ ഒന്നും ചെയ്യേണ്ട, മീൻ മാത്രം പൊരിച്ചാൽ മതി. അപ്പോൾ ബാക്ക് ടു വിഷയം. അപ്പോൾ ഞാൻ തിരിച്ച് കമൻറ്റിന് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കമൻറ്റ് പുള്ളിക്കാരത്തെ ഡിലീറ്റ് ആക്കി. ബിക്കോസ് എനിക്കിപ്പോൾ ആ കമൻറ്റ് കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയുന്നത് ഞാൻ കേൾക്കും, ഞാനത് കേട്ടുകൊണ്ടിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഈ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഒരാൾ പറയരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനും ഒരാളോട് പറയാൻ പാടില്ല. അത് പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഈസി. സോ ഞാൻ അങ്ങോട്ട് റിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് പലർക്കും, ഇതിൽ പലരും അങ്ങനെയാണ്. ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല, അപ്പോഴേ പിണക്കവാ. സോ അത് ഞാൻ എടുക്കണം അല്ലേ. ഇങ്ങോട്ടാകുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് ബി ഫൈൻ, അങ്ങോട്ട് പറ്റത്തില്ല. ഇത് എനിക്ക് മാത്രമല്ല, പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്, എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. നമ്മൾക്ക് എല്ലാ കാര്യവും നമ്മളോടിപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. എൻ്റെ കയ്യിൽ നിന്നൊരു പാത്രം വീണ് പൊട്ടി ഫോർ എക്സാമ്പിൾ. അപ്പോൾ എന്നോട് ആ വീട്ടിൽ ഞാൻ വേറൊരു വീട്ടിൽ ചെന്ന് നിന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നാണ് ആ പാത്രം പൊട്ടിയെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്നോട് എങ്ങനെ സംസാരിക്കണം എന്നായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ടു ബി ഹോണസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നത്, എടാ അത് കുഴപ്പമില്ല, ഒരു ചെറിയ പാത്രമല്ലേ, പോട്ടെ, നീ അത് ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയണമെന്നായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെ ആയിരിക്കണം എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളുടെ കയ്യിൽ നിന്നൊരു പാത്രം പൊട്ടിയാൽ ഞാൻ പറയേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളോട് മറ്റൊരാൾ പറയരുത് എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളോട് മറ്റൊരാൾ പറയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുക. ഞാൻ ഈ വെറുപ്പ് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട് ചില ആൾക്കാരെ മാറ്റി നിർത്താനായിട്ട്. അവരെയൊന്നും ഞാൻ വെറുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആ ഒരു ഇന്നലത്തെ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു വെറുപ്പിൻ്റെ ഒരു ടോപ്പിക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ അതിൽ പറഞ്ഞത് എനിക്ക് കമ്പാരിസൺ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതെനിക്ക് പണ്ട് ട്രാമയായിരുന്നു, ഇങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എങ്ങനെ സിബ്ലിങ്ങിനോടുള്ള വെറുപ്പാവും. ഞാൻ നിങ്ങളാരെയും കമ്പയർ ചെയ്ത് സംസാരിക്കരുത് എന്നുള്ള ഐഡിയ പറയാനായിട്ടാണ് ഞാനത് പറഞ്ഞത്. എസ്പെഷ്യലി കുട്ടികളെ, ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് അത് അവതരിപ്പിച്ചത്. ഞാൻ കുട്ടികളെ കമ്പയർ ചെയ്ത് സംസാരിക്കാറില്ല. അത് എത്രത്തോളം ഹേർട്ട്ഫുൾ ആവും എന്നറിയണമെങ്കിൽ എനിക്കത് സംഭവിച്ചത് കൊണ്ട് എനിക്കത് മനസ്സിലായെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അത് ഒരാൾക്ക് വിഷമമാകത്തക്ക ഒന്നും അതിൽ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ട്രൈ ഇറ്റ് ഫോർ യുവർ സെൽഫ്. വീട്ടിലുള്ള 2 പേരെ, നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, അപ്പനും അമ്മയും ആയിക്കോട്ടെ, ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്ങും ആയിക്കോട്ടെ, ഒരു 3 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്ക്. അതായത് എടോ താൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും അല്ലേ, പക്ഷെ തന്നെക്കാളും നന്നായിട്ട് ഇന്ന ആൾ ഡ്രൈവ് ചെയ്യും. എടോ താൻ നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലേ, പക്ഷെ അതിൻ്റെ കൂടെ ചേർക്കണം, പക്ഷെ ഇന്ന ആളുണ്ടല്ലോ അതിനേക്കാളും അടിപൊളിയായിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. 3ാമത്തെ തവണ അയാൾ പറഞ്ഞിരിക്കും, ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ അങ്ങനെ പറയണ്ട, ശരി എന്നെക്കാളും നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷെ അത് എൻ്റെ അടുത്ത് പറയണ്ട, ഇറ്റ് മേക്സ് മീ അൺകംഫർട്ടബിൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം എന്താ പറയുന്നത്, എന്നെ പോലത്തെ ഒരാളാണെങ്കിൽ ഞാൻ പറയും, ഇനി അത് പറയണ്ട. ബിക്കോസ്
അവരുടെ എന്താ പറയുന്നത്, ആ പറയുന്നത് ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ ഒരിക്കലും ആ കേൾക്കുന്നവർക്ക് പറ്റത്തില്ല. നിങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് 3 കാര്യങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയേ. നീ ഇത് നന്നായിട്ട് ചെയ്യും കേട്ടോ, പക്ഷേ ഇന്ന ആളുണ്ടല്ലോ അതിനേക്കാൾ അടിപൊളിയായിട്ട് ചെയ്യും. ഞാൻ ഇത് വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ആ സെൻസ് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെന്നെ ഹേർട്ട് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ അതിൻ്റെ അകത്ത് വേറൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ കമൻറ്റാണ് ഇത്ര നേരത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എൻ്റെ മുഖത്ത് ഞാൻ ഈ കിച്ചണിൽ നിൽക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്? ഹൗ ക്യാൻ യു ലവ് യുവർ സ്റ്റുഡൻസ് എന്ന് ഐ കനോട്ട് ഗെറ്റ് ദറ്റ് ഓഫ് മൈ മൈൻഡ്. ഹൗ ക്യാൻ യു ജഡ്ജ് പീപ്പിൾ ലൈക്ക് ദിസ്? അതാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാനത് കളഞ്ഞു. ഇനി അത് കളഞ്ഞേ പറ്റൂ. ഇനി അത് തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. നമുക്ക് മീൻകറി വെക്കാം. വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകുമാണ് ഇപ്പോൾ ഇട്ട് വഴറ്റിയത്. കുറച്ച് കറിവേപ്പില. നേരത്തെ നമ്മൾ അരിഞ്ഞതിന്ന് കുറച്ച് ചെറിയുള്ളിയും ഒരു തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഞാൻ പുളിവെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ഈ വെറൈറ്റി മീൻ കറീസ് ഇതിനൊക്കെ ടേസ്റ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷേ എന്നാലല്ലേ ഒരു വെറൈറ്റി വരത്തുള്ളൂ. നമ്മൾ എന്നും ഒരേ രീതിയിൽ കറി വെച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ. ഞാൻ FBയിലൊക്കെ ഓരോ റീല് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, മീൻകറി വെക്കുന്നതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത തവണ അതായിരിക്കും പരീക്ഷിക്കുക. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത പുളിവെള്ളം ചേർത്ത് അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഇട്ടിട്ട് അതിലോട്ട് ആദ്യമേ തന്നെ വെള്ളം ഒഴിക്കേണ്ട, കറി നന്നായിട്ട് കുറുകി കിട്ടാനാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ ജാറ് കഴുകിയ വെള്ളവും കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തക്കാളിയുടെ പീസസ് ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ നല്ല കുറുകിയിരിക്കും സംഭവം. അമ്മ കതവ് അടയ്ക്കാൻ ട്രൈ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. മഴ പെയ്താൽ കതവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് അടയത്തില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. വാളമീനാണ് ഇരുന്നത് കേട്ടോ. അന്ന് നമ്മൾ പീസ് ചെയ്ത് വെച്ചിരുന്നതൊന്നും എടുത്തിട്ടില്ല, പൊരിക്കാനുള്ളതല്ലാതെ കറിക്കായിട്ട് മാറ്റി വെച്ചത് അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ കുറച്ച് അധികം പീസസ് ഉണ്ട്. അതുകൊണ്ടാണ് നാളെ രാവിലെ ഗോതമ്പ് പുട്ടിനും ഈ കറി തന്നെ എടുക്കാനായിട്ട് ഞാൻ ഇത്തിരി കൂടുതൽ കറി വെച്ചത്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു കമൻറ്റിന് ഒന്ന് മാറ്റി പിടിക്കുമെന്ന് പറഞ്ഞ കമൻറ്റ്, ആ ആളെയും ഞാൻ ഇന്ന് കണ്ടില്ല. മേ ബി ഞാൻ തിരിച്ച് പറഞ്ഞത് ചിലപ്പോൾ വിഷമമായിട്ടുണ്ടാവും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എടാ എന്നോട് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ തിരിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് നിങ്ങളും റെഡി ആയിരിക്കണം. ബിക്കോസ് യു ഡിഡ് ദ സെയിം തിങ് റൈറ്റ്. എന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, എന്നെ എറിയുന്ന കല്ലുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചറിയാനാണ് ഇഷ്ടം. അതിപ്പോൾ നിങ്ങൾ ഏത് സെൻസിലാണ് എടുത്തതെങ്കിലും എനിക്ക് വിഷമമായി, അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. തിരിച്ച് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാനൊരു 100 വട്ടം അത് പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി എന്ന്. ഞാൻ അതും ചിന്തിച്ചിട്ടാണ് ഞാൻ തിരിച്ച് പറഞ്ഞത്. പക്ഷേ തിരിച്ച് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തിട്ടുള്ളത് പറയേണ്ട സമയത്ത് ഞാൻ പറയാതിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. മതി പരാതി പറച്ചിലൊക്കെ. മീൻ കറി ഇത് റെഡിയായിട്ടുണ്ട്. പക്ഷേ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ അടുത്ത്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ സെൻസിൽ മനസ്സിലാക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരുന്ന ആൾക്കാർക്കുണ്ടല്ലോ, നിങ്ങളെയൊക്കെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ നിങ്ങളെയൊക്കെ കെട്ടിപ്പിടിക്കും. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത് ആ ഓരോ സിറ്റുവേഷൻസിൽ. ഇത്രയും സമയം മതി കേട്ടോ. തീ സിമ്മിൽ വെച്ചിട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി ഈ വൃത്തിയോടെ ഇനിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കിച്ചൺ കുറച്ച് നേരം ഇങ്ങനെ തന്നെ കിടക്കും. ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും കുളമാവും. കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മീതേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതെന്താണെന്നറിയോ, നമ്മൾ എരിവുള്ള കറികൾ വെക്കുമ്പോൾ നല്ല എരിവായിരിക്കും കറിക്ക്. ഈ വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിൽ ഒഴിക്കുമ്പോഴത്തേക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് മയപ്പെടും. എരിവുണ്ടെങ്കിലും ഈറ്റബിൾ ആയിരിക്കും. എൻ്റെ കറിക്കൊക്കെ പിന്നെ ഒടുക്കത്തെ എരിവായിരിക്കും. ഇതിൽ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, പറയാഞ്ഞതല്ല, ചേർത്തിട്ടില്ല. ഇത് ജാക്കിയുടെ കടയിൽ പോകണമെന്നും പറഞ്ഞിട്ട്, ആൽവിനും ജാക്കിയും ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കടയിൽ പോകണമെന്നും പറഞ്ഞിട്ടുള്ള ബഹളമാണ്. ഇന്നിങ്ങോട്ട് കണ്ടില്ല. സാധാരണ വൈകിട്ട് വന്ന് അവനെ കാണുന്നതാണ്. അപ്പോൾ ഇന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ അത് അവിടെ എത്തി. പിന്നെ കടയിൽ പോകണമെന്നും പറഞ്ഞിട്ട് പിന്നെ ആരൻ എണീക്കണം, ഡ്രസ്സ് മാറണം, അവനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ടായി. ഞാനൊരു സിനിമ ഇട്ടതായിരുന്നു, ക്വയറ്റ് പ്ലേസ് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് ഞാൻ ഇട്ടത്. പക്ഷേ എനിക്കിത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര ലാഗായിരുന്നു. അങ്ങനെ ഇവർ കടയിൽ പോയി കേട്ടോ. പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ജെംസ് കൊണ്ടുവന്നു. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇസ്ക്കുന്ന സീനാണ് ഈ കാണുന്നത്. അത് തുറന്നിട്ട് മമ്മ പൊട്ടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് ഓരോ പ്രാവശ്യം അവൻ്റെ ഇത് മേടിക്കും.
പിന്നെ ഡിന്നറിന് ഞാനൊന്നും ഉണ്ടാക്കായിരുന്നതേ, നിങ്ങൾ ഇന്നലത്തെ വാഴ സിനിമയുടെ ബാക്കി കണ്ടേ. അപ്പോൾ അതിൽ നൈറ്റ് അവർ ഫുഡ് കഴിക്കാൻ പോകുന്ന സീൻ അത് കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ ആ സിനിമ പോസ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് അലന്നെ ചുരണ്ടാൻ തുടങ്ങി. നമുക്ക് പോവാം, നമുക്ക് പോയി മൊമോസ് മേടിച്ച് കഴിക്കാം, മൊമോസ് കോർണറിൽ പോയി കഴിക്കാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന കുക്കു സാറിനെ വിളിച്ച് അവൻ ദേ കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് പോകാനായിട്ട്. നിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് ഒരാൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ സൗണ്ട് പറഞ്ഞതാണ്. ഇവനിങ്ങനെ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ മൂക്കുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ ബീച്ച് റോഡിനടുത്തുള്ള മൊമോസ് കോർണറിലെത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മുമ്പ് ടേസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നല്ലോ, മലായി. അതാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞത്, അവരുടെ സ്പെഷ്യൽ ഐറ്റമാണത്. പിന്നെ കുക്കു സാറിന് സാറ് ഷാർജ നോക്കിക്കൊണ്ടിരിക്കുക. അധികം തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഷാർജ മേടിച്ച് തരത്തില്ല, ജ്യൂസ് എന്തെങ്കിലും മതിയെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾ കഴിക്കാനും തുടങ്ങി. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാത്തിനും. തവ ക്രീമി വന്നു, മലായി ക്രീമി വന്നു, ഷെസ്വാൻ വന്നു, നോർമൽ ചിക്കൻ മൊമോസ് വന്നു, മഷ്റൂം മൊമോസ് വന്നു. ഇതെല്ലാം എങ്ങോട്ട് പോയെന്ന് മാത്രം ഒരു പിടിയുമില്ല. നല്ല രീതിയിൽ എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഈ ഉച്ചയ്ക്ക് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് സാമ്പാറോ അങ്ങനെയൊക്കെ കഴിക്കുന്ന ദിവസങ്ങൾ, എരിശ്ശേരിയൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം ആകുമ്പോൾ നോൺ വെജ് കഴിക്കാനായിട്ട് വല്ലാത്ത ആഗ്രഹം വരും. എന്തായാലും സംഭവമില്ല, അടിപൊളിയായിരുന്നു. വയറൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കരമായിട്ട് നിറഞ്ഞു. ഇനി പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. ഇതാണ് കേട്ടോ സ്ഥലം, നല്ല അഫോർഡബിളാണ്. ഞങ്ങളുടെ ബില്ല് 720 രൂപ മറ്റോ ആയി. ആൻഡ് ദിസ് ഈസ് ഫ്രൈഡേ മോർണിംഗ്. അങ്ങനെ ഞാൻ ഫ്രൈഡേ ആക്കി എടുത്തു എന്ന് വേണം പറയാൻ. ഈ വയ്യാണ്ടായതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ലോങ് വീക്ക്. തീരാത്തതുപോലെയായിരുന്നു, ഫ്രൈഡേ എത്താത്തതുപോലെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ രാവിലെ ഇന്ന് 7:20 ആയി കേട്ടോ എണീറ്റപ്പോൾ. എന്തോ ഒരു തണുപ്പാണ് ഇവിടെ ഇപ്പോൾ രാത്രിയിൽ. ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് എണീക്കാൻ നല്ല മടിയാണ്. ഞാനിങ്ങനെ എണീക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ എപ്പോഴും നിലുവിൻ്റെയും കുക്കുവിൻ്റെയും അന്നേരത്തെ ഉറക്കം കാണണം. ഇങ്ങനെ പൊതിച്ച് മൂടി ചുരുണ്ട് എന്തോ ഒരു ക്യൂട്ടാണെന്നറിയാമോ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കെട്ടിപ്പിടിച്ച് പിന്നെയും കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ തീർന്നു, അതോടെ തീർന്നു. അലാം ഓഫ് ചെയ്ത് ഇത്തിരി കിടന്നു എന്ന് വിചാരിച്ചോളൂ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ 7:10 മറ്റാണ് ഞാൻ അലാം വെച്ചിരുന്നത്. പിന്നെ ഞാൻ കണ്ണു തുറന്നത് 7:38 കറക്റ്റ് ടൈം. അങ്ങനെ പെട്ടെന്ന് ഞാൻ അമ്മേനെ വിളിച്ചു. ആലൻ പോയി കേട്ടോ, 5 മണിക്ക് സിസിജിയിലേക്ക് പോകണമായിരുന്നു. വന്ന് നിലുവിനെ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചു. അങ്ങനെ അമ്മ മേളിൽ വന്നിട്ടാണ് ഞാൻ ബാത്റൂമിലൊക്കെ പോയത്. പിന്നെ കുക്കുമായിട്ട് ഞാൻ താഴത്ത് വന്നു. ഇന്നലെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യാതെയാണ് മൊമോസ് കഴിക്കാൻ പോയത്. അത് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഡാൻസാണ് ആ കണ്ടത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ബ്രഷ് ചെയ്തു. കുക്കു സാറിന് ബ്രഷ് ചെയ്യാൻ നല്ല മടിയാട്ടോ. എന്നാൽ പല്ലുവേദനയൊക്കെ ഉണ്ട്, ഒരു പല്ല് റൂട്ട് കനാലൊക്കെ ചെയ്തിട്ടുമുണ്ട് ഇതിൻ്റെ ഇടയിൽ. നിലുവിന് പിന്നെ മടിയൊന്നുമില്ല. എപ്പോൾ ബ്രഷ് ആര് ഇതിൻ്റെ അടുത്തോട്ട് വരുന്ന കണ്ടാലും ബ്രഷ് വേണമെന്ന് പറയും. ചുമ്മാ അത് പല്ല് തേപ്പൊന്നും നടക്കത്തില്ല, പേസ്റ്റൊന്നും ഇട്ട് കൊടുക്കാറൊന്നുമില്ല, വെറുതെ ഒന്ന് നനച്ച് കൈ കൊടുക്കും. കുറച്ച് നേരം അവൻ അതും ചവച്ച് ഇവിടെ നടക്കും. എൻ്റെ അലർജിയുടെ ടാബ്ലറ്റ്സ് ഞാനിപ്പോൾ ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ മോണ്ടേക്കിൻ്റെ ടാബ്ലറ്റ്സ് മേടിച്ചു. ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്, നല്ല രസമുണ്ട്, നല്ല ഗുളിക. ഇനിയിപ്പോൾ നമുക്ക് ലെവോസെറ്റിനെ വിടാം, മോണ്ടേക്കിലോട്ട് മാറാം. അങ്ങനെ ഞാൻ രാവിലെ ഒരു ടാബ്ലറ്റ് കഴിച്ചു. കാരണം ഇന്നലെ രാത്രി പുറത്ത് പോയിട്ട് വന്നപ്പോൾ ലേറ്റ് നൈറ്റ് കുളിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതിൻ്റെയൊക്കെ ആവണം, രാത്രി തന്നെ എനിക്ക് നല്ല കോൾഡ് ഉണ്ടായിരുന്നു. തുമ്മലല്ല, മൂക്കടപ്പും മൂക്കൊലിപ്പും രണ്ടും വൃത്തികെട്ട സംഭവങ്ങളാണല്ലോ. ഈ അടച്ച മൂക്ക് തന്നെയായിരിക്കും പണി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് വലിച്ച് നടക്കുന്നത് ഇഷ്ടമല്ല. നമ്മൾ അറിയാണ്ടിങ്ങനെ ഞാൻ ഗ്രോസായി പോകുന്നെന്ന് തോന്നരുത് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് എടുത്തത്. സ്കൂളിൽ പോയാലും എന്താ പറയുന്നത്, സമാധാനത്തോടെ നടക്കാമല്ലോ, അതങ്ങ് കുറയട്ടെ എന്ന് കരുതി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. പക്ഷേ ആലനില്ലാത്തപ്പോഴത്തേക്ക് വലിയ ഡെക്കറേഷനൊന്നും വേണ്ടല്ലോ. ബ്രെഡിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ടു കുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അമ്മേനെ ഞാനൊരു നൂഡിൽസിന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അടുത്ത കടയിൽ. കാരണം ഇന്ന് ലഞ്ചിന് മീൻകറി നല്ല അടിപൊളി മീൻകറിയാണ്. പക്ഷേ വെജിറ്റബിളായിട്ടിരിക്കുന്ന എരിശ്ശേരി നമ്മൾ ഇന്നലെ രാവിലെ വെച്ചതാണ്. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് അതിന് പ്രൊമോഷൻ കിട്ടിയത്. അപ്പോൾ അതെനിക്ക് കൊടുത്തു വിടാനായിട്ടുള്ളൊരു ധൈര്യം ഇല്ല. ചിലപ്പോൾ അത് ചീത്തയായി പോകും. തേങ്ങയൊക്കെ അരച്ച് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുക്കു സാറിന് ലഞ്ചിന് കൊടുത്തു വിടാനാണ് ഞാൻ നൂഡിൽസ് മേടിപ്പിച്ചത് അമ്മേനെ കൊണ്ടുപോയിട്ട്. ഇവിടെ അടുത്ത കടയിൽ പോയപ്പോൾ അടച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ അമ്മ നിലുവായിട്ട് അപ്പുറത്തൊരു കടയിലേക്ക് പോയിട്ടുണ്ട്. ലോലിപ്പപ്പ വാങ്ങിക്കാനായിട്ടാണ് നിലു പോയേക്കുന്നത് കേട്ടോ. അങ്ങനെ നൂഡിൽസിന് കൊടുത്തു വിടുമ്പോൾ സൈഡ് ഡിഷ് എപ്പോഴും പൊട്ടറ്റോ ഫ്രൈസ് ഞാൻ ഉണ്ടാക്കാറുണ്ടല്ലോ.
അങ്ങനെ എന്തായാലും ഇപ്പോൾ ഈ സാധനം വീട്ടിലുള്ളതൊരു മറ്റൊരു വലിയ അനുഗ്രഹമായി. അതെടുത്ത് ഞാൻ കുറച്ച് ഓയിലിട്ടിട്ട്, ഇതിന് ഇത്തിരി ഓയിൽ മതി കേട്ടോ, ഇങ്ങനെ മുക്കി പൊരിക്കണമെന്നൊന്നുമില്ല, ഇത്തിരി ഓയിലൊന്ന് നമ്മൾ മീൻ പൊരിക്കണ മാതിരി പൊരിച്ചെടുത്താൽ ഇത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് പൊരിക്കാൻ വെച്ചു. പിന്നെ അമ്മ ഓഫ് കോഴ്സ് റൈസിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ആ മുട്ടയുണ്ട്. അപ്പോൾ പിന്നെ നൂഡിൽസ് വയ്ക്കുക, 3 ബോക്സസിലായിട്ട് ടൊമാറ്റോ സോസും ഫ്രഞ്ച് ഫ്രൈസും പിന്നെന്താ മുട്ടയും വയ്ക്കുക. അതോടെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ റെഡിയായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബ്രെഡും ജാമും ബട്ടറുമാണ് ഞാൻ കഴിക്കുന്നത്. കുക്കു സാറിന് കൊടുത്തു വിടാനായിട്ട് കുക്കു സാറിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ബ്രെഡും ചോക്ലേറ്റ് സിറപ്പുമാണ് കേട്ടോ. കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ആ വെള്ളം ചൂടായി. നമ്മൾ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കോഫി ഉണ്ടാക്കാൻ പോവാണ്. അല്ലെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, പക്ഷേ കോഫി കിട്ടത്തില്ല. അതുകൊണ്ട് 1 കപ്പ് കോഫി ഞാനിവിടെ ഒഴിച്ച് വെച്ചേക്കും. അമ്മ രാവിലെ തന്നെ പാല് കാച്ചുന്നതിൻ്റെ കൂടെ കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് കോഫി എടുക്കാത്തത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ എടുക്കുന്ന വീഡിയോയുടെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം തൊട്ട് നെക്സ്റ്റ് ഡേ വരെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഇപ്പം ഏകദേശം എൻ്റെ 24 hours ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ സാറ്റർഡേ സൺഡേസ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു ദിവസം വീഡിയോ മുടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്നാണ്. ഫ്രൈഡേ സ്കൂളിൽ നിന്ന് വന്നിട്ട് എടുത്ത് തുടങ്ങുന്ന വ്ലോഗ് സാറ്റർഡേ ഉച്ച വരെ, പിന്നെ സാറ്റർഡേ വൈകിട്ട് ടു സൺഡേ ഉച്ച വരെ, സൺഡേ വൈകിട്ട് ടു മൺഡേ ഉച്ച വരെ, അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. വൈകുന്നേരം വന്ന് എടുക്കുന്ന വീഡിയോയ്ക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഓഡിയോ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പിന്നെ ഒരു ചെറിയ പോർഷനെ കാണുന്നുള്ളൂ എഡിറ്റ് ചെയ്യാനായിട്ട്. എന്തോ ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് വീഡിയോ എടുക്കലും ഓഡിയോ ആഡ് ചെയ്യലും ഒന്നും വലിയൊരു ബേർഡനായിട്ട് തോന്നുന്നില്ല. ഇത്രയും ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു, ഷെഡ്യൂൾ ടൈറ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് പോകുന്നതെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ നിങ്ങളോടും കൂടെ ചോദിക്കുകയാണ്, ഈ സാറ്റർഡേ സൺഡേ ഞാൻ യൂഷ്വലി ഫ്രം മോർണിംഗ് ടു ഈവനിങ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫ്രൈഡേ വൈകിട്ടത്തത് എനിക്ക് ഞാൻ സ്കിപ്പ് ചെയ്യണം. ഫ്രൈഡേ വൈകിട്ടുള്ളത് ഞാൻ എടുക്കുന്നില്ല എങ്കിൽ സാറ്റർഡേ ഇടാനായിട്ട് എൻ്റെ കയ്യിൽ വ്ലോഗ് കാണത്തില്ല. സാറ്റർഡേ ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്ത് ഓഡിയോ ആഡ് ചെയ്ത് സൺഡേ ഇടേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം വ്ലോഗ് ഇല്ലാണ്ട് പോകണം. അപ്പോൾ ഇതിങ്ങനെ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കുന്നു എങ്കിൽ ഇങ്ങനെ തന്നെ പോകണതല്ലേ നല്ലത്. അതായത് ഫ്രം ഒരു ഡേ വൈകിട്ട് തൊട്ട് നെക്സ്റ്റ് ഡേ ഉച്ച വരെ. ഇടയ്ക്ക് പിന്നെ ഞാൻ ഉറങ്ങുന്ന സമയമുള്ള ക്യാമറ എടുത്ത് വെക്കാത്തത്. റീസെൻ്റായിട്ട് യൂട്യൂബിലേക്ക് നടക്കുന്ന പല കോലാഹലങ്ങളുമൊക്കെ ഞാൻ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോയില്ല. ഇങ്ങനെ ലൈഫ് ഫുള്ള് എടുത്ത് കാണിക്കുന്ന ഫാമിലി വ്ളോഗേഴ്സ് കാശുണ്ടാക്കാനാണ്, ആനയാണ്, തേങ്ങയാണ്. പക്ഷേ നമ്മളെല്ലാവരും എന്ത് പണി ചെയ്താലും നമ്മളെല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. ഒരു ജോബിന് പോയാലും ശരിയാണ്, വീട്ടിലിരുന്ന് തയ്ച്ചാലായിക്കോട്ടെ, എന്തൊക്കെ ചെയ്താലും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്, ലൈഫ് കുറച്ചുകൂടെ ഒന്ന് സെറ്റിലാക്കുക എന്നുള്ളത് മനസ്സിൽ കണ്ട് തന്നെയാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം വീഡിയോസൊക്കെ എടുക്കുന്നത്. അതിൽ അവർ കൊണ്ടുവരുന്ന ഡ്രാമാസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ചിലതൊക്കെ ക്ലിക്ക് ചെയ്യുന്നത് അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരു ഫൈറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭാര്യ പിണങ്ങി പോയി എന്ന് കള്ളം പറയുക, ഇതൊക്കെ ഓഫ് കോഴ്സ് വ്യൂവേഴ്സ് ഉണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻസും കൂടുന്നുണ്ടല്ലോ, അവരുടെ വാട്ട് എവർ ഇറ്റ് ഈസ് അവർ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ളത്, ആ ഒരു പർട്ടിക്കുലർ ഫാമിലിയുടെ വഴക്ക് അവർ കണ്ടൻ്റ് ആക്കുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടൻ്റ് ആക്കുമ്പോൾ നിങ്ങളും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. യു ആർ ബീങ് ജഡ്ജ്മെൻറ്റൽ. നിങ്ങൾ അങ്ങനത്തെ ഒരു ജോനറും ഉണ്ടല്ലോ, അതായത് ട്രോൾസ്. അത് നല്ലതാണ് ഒരു പരിധി വരെ, ബട്ട് അങ്ങനെയുള്ളവർ പറയുന്നതുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ഈ അടിയൊക്കെ ഫേക്കായിട്ട് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതുവരെ കാണിച്ച സ്നേഹം കള്ളത്തരമാണ്, ഇപ്പോഴത്തെ അടിയാണ് സത്യം എന്ന് പറയുന്നതാണ്. എന്നിട്ട് അത് നിങ്ങൾ പറയാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളും അത് കണ്ടൻ്റ് ആക്കുക തന്നെയാണ്. നിങ്ങളും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ വ്യൂസ് കൂട്ടാനും നിങ്ങൾക്ക് യൂട്യൂബ് റവന്യൂ കൂടാനുമായിട്ടാണ് നിങ്ങളും അത് കണ്ടൻ്റ് ആക്കുന്നതല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്? എനിക്കെന്തായാലും ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാത്തിനും ഒരു ഫൈൻ ലൈനുണ്ട്. നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മളിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ FBയിൽ പോസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഏറ്റവും നല്ല ഫോട്ടോ നമ്മൾ വാട്സാപ്പിൽ DP ആക്കുന്നു. അപ്പോൾ ഇതുപോലെ ചിലർ ഞാൻ ഉണ്ടാക്കുന്ന നല്ല റെസിപ്പീസ് ബാക്കിയുള്ളവരുണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ട് അവരങ്ങനെ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ അവർ സംസാരിക്കുന്നു. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള, എനിക്ക് കാണാമല്ലോ 25 to 34 ഇടയ്ക്കുള്ള ഫീമെയിൽസാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻസിൽ കൂടുതൽ. ഞാൻ അവരുടെ അടുത്തിരുന്ന് കാര്യം പറയുന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കിച്ചണിലും ഈ പണിയെല്ലാം ചെയ്യുമ്പോൾ ഞാനിരുന്ന് വർത്തമാനം പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, അത് എനിക്കൊരു റിലീഫിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത് പോലെ ചെയ്യുന്നതാണ്. എല്ലാവരും പറയുന്ന പോലെ ശരിയാണ്, ഗേൾസ് ലവ് ടു ടോക്ക്, കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു നല്ല ഫോട്ടോ ഷെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് പല ഫാമിലി വ്ളോഗേഴ്സും അവരുടെ നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നത്. അതിന് നമ്മളൊരു ബയസ് പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുന്നതുകൊണ്ടാണ് അതിൽ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്.
ഇതിലിപ്പോൾ ഒരു 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 ലേഡി ഒരു തയ്യൽ ബിസിനസ് തുടങ്ങുന്നു, ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നു, ടോപ്സ് വിൽക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കും, ഓക്കെ നല്ലത്. ബട്ട് അവിടെ ഇത്തിരി ഫെയിം വന്നു കഴിയുമ്പോൾ നെഗറ്റീവ് സൈഡ് ആക്റ്റീവ് ആവും. അതാണ് നമ്മുടെ ആൾക്കാർക്ക് പറ്റാത്തത്. ഇഫ് ഇറ്റ് കംസ് വിത്ത് ഫെയിം അവർ വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഇവിടുന്ന് കൊല്ലത്ത് ഉള്ള റിനൗണ്ട് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഫീൽഡിലൊക്കെ വന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഒക്കെയാണ്. ബട്ട് ആ ഒരാൾ കുറച്ച് ഫേമസ് ആവുന്നു എന്ന് തോന്നിയപ്പോഴത്തേക്ക് കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളും കുറച്ച് നല്ല പ്രൊമോഷൻ വർക്ക്സൊക്കെ കിട്ടി തുടങ്ങുന്ന ഇപ്പോൾ ആ കമൻറ്റ് ബോക്സ് തുറക്കാനേ വയ്യ. അപ്പം ഞാൻ സത്യത്തിൽ ആലോചിക്കും ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ പോയിന്ന്. പലതിലും പ്രോഡക്റ്റ് റിവ്യൂസ് പറയുന്നതിൻ്റെ അകത്തെ കമൻസ് എൻ്റെ അമ്മേ ഞാൻ അല്ല അതിൻ്റെ അകത്ത് അവർ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് എന്ന് ലേബൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്ന് തന്നെ അണ്ടർസ്റ്റുഡാണ് കാശ് വാങ്ങിയിട്ട് അവർ പരസ്യം ചെയ്യുവാണ് എന്നുള്ളത്. കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നു എനിക്കതിൻ്റെ ഒരു ഇതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർ ഞാൻ അതും സപ്പോർട്ട് ചെയ്യുന്നില്ല. മനഃപൂർവ്വം ഇഷ്യൂസ് ഉണ്ടാക്കി ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കും, ഈ കാണുന്നവർ അതിന് റീച്ച് കൂടും. ഇതിൻ്റെയൊക്കെ സൈഡിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പോകുന്നതെന്ന് നോക്കിക്കോ, അത് ഭയങ്കരമായിട്ട് അതിന് വ്യൂസ് കിട്ടും. ഫോർ എക്സാമ്പിൾ കുക്കു സാറ് ആ റിമോട്ട് കുത്തിപ്പൊട്ടിക്കുന്ന ആ ഒരൊറ്റ ഷോട്ട്, അതിൽ ഞാനും കുക്കുവും നിലുവും കൂടെ ഒരുമിച്ചിരുന്ന് ഞാൻ പിള്ളേർക്ക് വാരി കൊടുക്കുന്ന ഒരുപാട് ഷോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും റീച്ച് ആയിട്ടില്ല. പക്ഷേ കുക്കു ആ റിമോട്ട് ഞെക്കി പൊട്ടിക്കുന്നതും നിലുവിന് ഫുഡ് വാരി കൊടുത്തത് അവൻ നോക്കിയ സ്റ്റൈലും വെച്ചിട്ട് മൂത്ത ആളെ ഞാൻ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആ ഒരൊറ്റ നെഗറ്റീവ് വ്യൂ എന്നാണ് ആ വീഡിയോയ്ക്ക് അത്രയും റീച്ച് കിട്ടിയേക്കുന്നത്. അതിലാകെപ്പാടെ 2-3 പേരേ ഉള്ളൂ വന്നിട്ട് ആ റിമോട്ട് വർക്ക് ചെയ്യാത്തതാവും, അല്ലെങ്കിൽ മൂത്ത ആൾക്ക് എരിവ് വേണ്ടല്ലോ, ഇളയാൾക്ക് ഫീഡ് ചെയ്യുന്നതിൽ മൂത്ത ആൾക്ക് എരിവ് വേണം, ഇളയാൾക്ക് എരിവ് വേണം എന്നുള്ളതായിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ബട്ട് അതിനെ നെഗറ്റീവ് വ്യൂ എന്ന് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. നമ്മളും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിൽ പലരും അങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ ഇന്നലത്തെ എൻ്റെ അതായത് ഈ ക്ലിപ്പിൻ്റെ ആദ്യത്തെ ഭാഗം വൈകിട്ട് പറഞ്ഞതും ഇപ്പം പറഞ്ഞതും എല്ലാം വെച്ചിട്ട് ഞാൻ ഇതിനൊരു എൻഡ് പോയിൻ്റായിട്ട് പറയുവാണെങ്കിൽ, ഈ ട്രോൾ ചെയ്യുന്നവരായാലും ശരി, ആ ഫാമിലി വ്ളോഗിനെ എടുത്ത് വീണ്ടും അത് കീറി മുറിക്കുന്നവരായാലും ശരി, നിങ്ങളോട് ഒരാൾ പറയരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളും ആരെയും പറ്റി പറയാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സ്ഥലത്ത് വന്ന് നിൽക്കും. ഇപ്പോൾ ആ ഫാമിലീനെ ഏറി കയറ്റിയിട്ടുള്ള പല ആൾക്കാരും എയറിൽ കയറാനായിട്ട് വലിയ താമസമൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറ്റിയാൽ നിങ്ങളും കയറാം. ഇനി അതവർ സ്റ്റേജ് ചെയ്തതാണെങ്കിൽ ഓഫ് കോഴ്സ് അതവരുടെ കഴിവാണ്. ഒരു മൂവി ഹിറ്റാവാനായിട്ട് നായകൻ എപ്പോഴും വില്ലനെ കൊല്ലുന്ന മൂവികൾ ഹിറ്റായിക്കൊണ്ടിരുന്നൊരു സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വില്ലൻ ജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മൂവീസും വരുന്നില്ലേ. അങ്ങനെയൊക്കെ ഒരു ഫിലിമിൽ ചെയ്യുമ്പോൾ അതെന്താ അതിനൊരു ടാഗ്ലൈൻ ഡയറക്ടർ ബ്രില്യൻസ്. അത് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇപ്പം മോസ്റ്റ്ലി അണ്ടർസ്റ്റുഡ് ആണ്. ഇൻ കേസ് അത് സ്റ്റേജ്ഡ് ആണെങ്കിൽ അവരുടെ ചാനലിൻ്റെ ഇപ്പോൾ ഉള്ള ഹൈപ്പ് നമുക്കിപ്പോൾ അറിയാം അല്ലേ, എന്ത് റീച്ചാണ് ആ ചാനലിന് ഇപ്പോൾ ഉള്ളത്. പോട്ടെ, അത് അവരവരുടെ ലൈൻ. നമ്മളിപ്പോൾ ഒരാൾ ഞാൻ പാത്രം കഴുകുന്ന രീതിക്കായിരിക്കത്തില്ല, ബേസിക്കായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പാത്രം കഴുകുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ പാത്രം കഴുകിയാൽ. അത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനും അതിന് റീച്ചാക്കുന്നതിനും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാൽ വൾഗാരിറ്റിയും ഞാൻ പറഞ്ഞ കണക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ കുൽസിത പ്രവർത്തികൾ കാണിച്ച് ചാനൽ റീച്ചാക്കുന്ന പരിപാടികൾക്കൊന്നും അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു ഇത്തിരി ആ ഫാമിലീനെ മുറിച്ച് കീറുന്നത് കുറച്ച് ഓവർ ആവുന്നില്ലേ എന്ന് എനിക്കിപ്പോൾ ഒന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആരും അത് നിർത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഔട്ട് ഓഫ് കൺസേൺ. ഒരു 2 വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മേ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് എങ്ങനെ. എനിക്കാണെങ്കിൽ ഒരു കമൻറ്റ് വരുന്നതിന് തന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോ മൊത്തം എടുത്താണ് ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഒരു ബാഡ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഐ വാസ് തിങ്കിങ് അത് പോസ്റ്റ്മോർട്ടം സ്റ്റേജിലായിരിക്കും, ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത്തിരി കൂടി പോകുന്നില്ലേ എന്നെനിക്കൊരു ഡൗട്ട്. പിന്നെ ഈ പറയുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരത് സ്റ്റേജ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ ചിലരാണെങ്കിൽ ആ കണ്ടൻറ്റ് വിടുന്നതേ ഇല്ല, അത് വെച്ചിട്ട് തന്നെ അങ്ങ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതാണ് സത്യം, തനിനിറം പുറത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ പുതുതായിട്ട് ഒരാളെ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ബാഡ് സൈഡ് അയാളിലേക്ക് റിവീൽ ചെയ്യത്തില്ല. അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ഫാമിലിയും പെർഫെക്റ്റ് ഒന്നുമല്ല, ഇടിയും പിടിയും വഴക്കും കുത്തും എല്ലാം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഗുഡ് സൈഡല്ലേ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. ഒരു വ്ളോഗ് ചെയ്യുമ്പോഴായാലും ഈ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇവരുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലെയൊക്കെ എല്ലാ കുടുംബവും ഒരുപോലെയാണ്, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും. പിന്നെ അവർ കാണിക്കുന്നത് ദേ ആർ ഷോയിങ് യു ദ ഗുഡ് പാർട്ട് ലൈക്ക് ഓൾ ഓഫ് അസ്.
ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ പോയിൻ്റ് എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും. എനിക്ക് അത്രയും മതി. ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ആരോ പറയുന്നുണ്ട്, നീയും തയ്പ്പിച്ച് വെച്ചോ എന്ന്. എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പം എന്തായാലും അധികം വലിയ റീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് 1-2 നെഗറ്റീവ് തട്ടും മുട്ടുമൊക്കെ കിട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് ഞാൻ വിടുന്നില്ല. പിന്നെ എനിക്കിപ്പോൾ മനസ്സിലായി ഈ എന്താ പറയുന്നത്, വെൽ റിനൗൺഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്താണ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാത്തതെന്ന്. പിന്നെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലെ പോസിറ്റീവ്സ് മാറി മൊത്തം നെഗറ്റീവ് മയത്തിലേക്ക് മാറും. സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് ചെയ്ത് മാത്രം പോകും, ഒന്നിനും പ്രതികരിക്കത്തില്ല. ആരെങ്കിലും ഒരാൾ വന്ന് ഒരു ബാഡ് കമൻറ്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ പൊങ്കാലിടലായി. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആ ഒരു എയർ ബലൂൺ എന്തായാലും ഈ അടുത്തെങ്കിലും താഴോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അടുത്തൊരു കാര്യം യൂട്യൂബേഴ്സിന് കിട്ടുന്നത് വരെ അതങ്ങനെ എയറിൽ നിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്കൂളിലോട്ട് പോട്ടേടാ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ജെന്യുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. ബൈ.